സ്നേഹമുള്ളവരെ, വേദിയിരിക്കുന്ന വളരെ ദിവ്യനായ, ഐ ക്യാൻ സേ ദാറ്റ് മണ്ണാരുപറമ്പിലച്ഛൻ്റെ ഒപ്പം ഇരിക്കാൻ ഭാഗ്യം ലഭിച്ചത് എന്തോ എനിക്കറിയില്ല, ദൈവകൃപ മാത്രം. മാണിപ്പറമ്പിലച്ഛൻ എന്നെ എന്തിനാണ് അവിടെ സ്റ്റേജിൽ വിളിച്ചിരുത്തിയെന്ന് എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ. ബട്ട് ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ടും ശിഷ്ടമായിട്ടും പറയാൻ മാത്രമാണ് ഈ വേദി ഉപയോഗിക്കുന്നത്. അതും അച്ഛൻ്റെ ശിഷ്യനായ എറണാകുളം മെട്രോപൊളിറ്റൻ വികാരി പാമ്പ്ലാനി പിതാവ് നമ്മളോട് പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമാണെന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയാം. പച്ചക്കള്ളം. എങ്ങനെ ഒരു അധ്യാപകൻ്റെ മുമ്പിൽ ഒരു മെത്രാപ്പോലീത്ത ഇത്ര വ്യക്തമായി കള്ളം പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി? കാരണം ഞാൻ റോമിൽ പോയപ്പോൾ എനിക്ക് വ്യക്തമായി മനസ്സിലായി, എനിക്ക് അവിടെ ചെല്ലുമ്പോൾ കിട്ടിയ സ്വീകരണം പരിശുദ്ധാത്മാവിൻ്റെ സ്വീകരണമായിരുന്നു. ഞാനും വൈഫും അവിടെ പോയപ്പോൾ എനിക്ക് കിട്ടിയ സ്വീകരണം ഒരു സാധാരണ വ്യക്തി, അത് നിങ്ങളെ പ്രതി, നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിക്കും അതിനകത്ത് പങ്കുണ്ട്. ഞാനൊരു പ്രാസംഗികനല്ലെങ്കിലും ഞാൻ കൊച്ചുനാൾ മുതൽ മനസ്സിലാക്കുന്നത് ബലി എന്നാൽ, കുർബാനി എന്നാൽ അനുസരണത്തിൻ്റെ ബലി എന്നാണ്. സമാധാനത്തിൻ്റെ ബലി അല്ലെന്നല്ല ഞാൻ പറയുന്നത്, അനുസരണത്തിൻ്റെ ബലി. എങ്ങനെ ഈ അച്ഛന്മാർ ഇത്ര കൊല്ലം പഠിച്ചിട്ട് അനുസരണമില്ലാത്ത ബലി കണ്ടിട്ട് നമ്മളത് കാണണം? മണ്ണാരുപറമ്പിലച്ഛന് പറ്റുമായിരിക്കും, പക്ഷെ അച്ഛൻ പറഞ്ഞല്ലോ, ഞാൻ സത്യം പറയും, ഇഷ്ടമുള്ളവൻ അനുസരിക്കുക. എന്തിനാണ് മെത്രാപ്പൊലിറ്റൻ വികാരി പാമ്പ്ലാനി പിതാവ് ഇത്ര വലിയ കള്ളം നമ്മളോട് പറഞ്ഞിട്ട് പിരിഞ്ഞു പോയെന്ന് എനിക്കറിയില്ല. ഞാൻ ചോദിച്ചു, ഒരു മിനിറ്റ് എനിക്ക് സമയം തന്നപ്പോൾ ചോദിച്ചു, എന്തിനാ പിതാവേ ഇത്ര വലിയ കള്ളം പറഞ്ഞിട്ട് ഞങ്ങളിൽ നിന്ന് പോകുന്നതെന്നോ ഞാൻ ചോദിച്ചതാ. ഇപ്പോൾ ഒരു മിനിറ്റ് മുമ്പ് ചോദിച്ചതാ. ഒന്ന് ചിരിച്ചു. സമാധാനത്തിൻ്റെ ബലിയെന്നല്ലേ അച്ഛൻ പിതാവ് പറഞ്ഞ്, എനിക്ക് എന്ത് പറയാൻ പറ്റും? മണ്ണാരുപറമ്പിലച്ഛനെ പോലെയുള്ള അച്ഛന്മാർക്ക് വേണമെങ്കിൽ പിതാവിനോട് ക്വസ്റ്റ്യൻ ചെയ്യാം, എന്നെ പോലെയുള്ള സാധാരണ വിശ്വാസിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഒരു കാര്യം സത്യമാണ്, അച്ഛൻ എഴുതിയ എല്ലാ കാര്യങ്ങളും ഈ സഭയിൽ അല്ലാണ്ട് ലിറ്റർജിയുടെ കാര്യത്തിൽ ഒരു തീരുമാനവും എറണാകുളംകാർക്ക് എടുക്കാൻ പറ്റില്ല. നമുക്ക് കുർബാന കിട്ടുക തന്നെ ചെയ്യും, ഒരു സംശയവും അതിനകത്ത് ആർക്കും. നിങ്ങൾ നെഞ്ച് വിരിച്ച് നിന്നോളൂ, ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും അച്ഛൻ പറഞ്ഞ പോലെ ചിലപ്പോൾ ദൈവിക പദ്ധതി ആയിരിക്കും, അല്ലെങ്കിൽ ആരാധനാക്രമത്തെപ്പറ്റി നമുക്കൊന്നും അറിയണ്ടാവില്ല. നമ്മളൊന്നും അറിയാതെ നമ്മളും മരിച്ചുപോയി ലോകത്തിൽ നിന്ന് കിടന്നു പോകും. മണ്ണാരുപറമ്പിലച്ഛനെ പോലെ ഇത്ര പാണ്ഡിത്യമുള്ള അച്ഛനുണ്ടെന്നും ഇതൊക്കെയാണോ ഈ സഭയുടെ കാര്യങ്ങൾ, ഇവരൊക്കെയാണോ നയിച്ചിരുന്നെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇന്നിവിടെ വന്നതുകൊണ്ട്. എനിക്ക് തോന്നുന്നില്ല എല്ലാ മെത്രാന്മാർക്ക് പോലും എല്ലാ വിവരങ്ങളും ഉണ്ടെന്ന്. ഐ ഡോണ്ട് തിങ്ക് സോ. പിതാവ് പറഞ്ഞില്ലേ, സിൻഡ് മെത്രാന്മാരെല്ലാവരും അറിവുള്ളവരാണ്. അറിവുള്ളവരുണ്ടെങ്കിൽ ഞാൻ എഴുതിയ കത്തിൻ്റെ അടിയിൽ ഏതെങ്കിലും ഒരു മെത്രാനോട് ഒപ്പിട്ട് തരാമോ? ഈ കാര്യം കുർബാന പ്രശ്നം അപ്പം തീരും. ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു ലൈവ് മെത്രാനെ കൊണ്ട് ഞങ്ങൾ കൊടുത്ത പെറ്റീഷൻ്റെ അടിയിൽ ഒപ്പിട്ടാൽ മാർപ്പാപ്പ അതിന് തീരുമാനം എടുത്തിരിക്കും. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. സമാധാനം പറഞ്ഞു പോയ അച്ഛൻ പറഞ്ഞില്ലേ, സമാധാനം വേണമെന്ന് പിതാവ് പറഞ്ഞില്ലേ, ഞാൻ പിതാവിനോട് കൂട്ടിച്ചേർന്ന് നിന്നുകൊണ്ട് പറയുക, സമാധാനം കിട്ടണമെങ്കിൽ പിതാവ് സത്യം പറയുക, സത്യത്തിന് വേണ്ടി നിലനിൽക്കുക. ജയ് ജീസസ്, ജയ്